Good morning. Today we are discussing about one of the topics from financial accounting. That is final accounts of sole trader. ഒരു സോൾ പ്രൊപ്പറൈറ്റർ അല്ലെങ്കിൽ ഒരു സോൾ ട്രേഡർ സോൾ ട്രേഡറിന് ടു നോ ഹിസ് പ്രോഫിറ്റബിലിറ്റി ഓർ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് അതിന് വേണ്ടിയിട്ട് ഹി പ്രിപ്പയർഡ് ഫൈനൽ അക്കൗണ്ട്സ്. ആ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ. We already prepared so many ledgers, subsidiary books and all. അതിന്റെ എല്ലാത്തിനെയും കൂടെ സമ്മറൈസ് ചെയ്തുകൊണ്ട് അതിൽ വന്നിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം കൂടെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. The purpose of preparing final accounts എന്ന് പറയുന്നത് to convey the real picture of the profitability and the financial position of the business. ആ സോൾ ട്രേഡറിന്റെ പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന അക്കൗണ്ട് ആണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം കൂടി സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദി റിസൾട്ട്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്, ആൻഡ് ടു നോ ദ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അതിന് വേണ്ടിയിട്ട് ടു അസർട്ടൈൻ ദി റിസൾട്ട്, പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടു പ്രിപ്പയർ ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ആൻഡ് ടു അസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി പ്രിപ്പയർ എ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് വരയ്ക്കുന്നത്. വൺ ഈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് അതർ വൺ ഈസ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. The income statement is termed as trading account and profit and loss account. അപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. അതിന്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇനി അതർ വൺ ഈസ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് balance sheet. It is a statement prepared to know the financial position of the sole trader. So the final account of a sole trader includes trading account, profit and loss account and a balance sheet. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ടു നോ ദ to ascertain the result of the business. Then to assess the financial position of the business, we prepare a position statement. It is known as balance sheet. അപ്പോൾ ഇത്രയാണ് ഫൈനൽ അക്കൗണ്ട്സ് സോൾ ട്രേഡർ എന്ന് പറയുന്നത്. ഈ മൂന്ന് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇത്രയും തയ്യാറാക്കുമ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് വെൽ ആസ് അയാളുടെ ഇൻകം എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ അയാളുടെ റിസൾട്ട് എന്താണ്, ബിസിനസിന്റെ റിസൾട്ട് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Fine. The first one is trading account. This is the first stage in the preparation of final accounts. The final accounts in the first stage in the പറയുന്നത് it is trading account. It is prepared for calculating gross profit or gross loss. അപ്പോൾ അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആവാം. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ ഈ സോൾ ട്രേഡറിന് ഉള്ളതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫൈനൽ അക്കൗണ്ടിൽ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ടു ഷോ ദ റിസൾട്ട് ഓഫ് മാനുഫാക്ചറിങ്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്, അതല്ല ഒരു ബൈങ് ആൻഡ് സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ട്രേഡറിന്റെ റിസൾട്ട് എന്താണ്, അയാൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. വി ഓൾ നോ ദാറ്റ് നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. നോമിനൽ അക്കൗണ്ട് ആകുമ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡും ഉണ്ടാവും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ഇദ്ദേഹത്തിന് വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അത് എന്തൊക്കെ എക്സ്പെൻസുകളാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ്.
എല്ലാ ഇൻകവും എന്ത് ചെയ്യും ക്രെഡിറ്റ് ചെയ്യും. സോ ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. The main entries on the debit side are opening stock, purchases and other direct expenses. അപ്പൊ ഇതിനകത്ത് ഡെബിറ്റ് സൈഡിൽ വരുന്ന മെയിൻ എൻട്രീസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, കഴിഞ്ഞ വർഷത്ത് പ്രൊഡക്ഷൻ എടുക്കാത്തതോ അല്ലെങ്കിൽ വിൽക്കാത്തതോ ആയിട്ടുള്ള സ്റ്റോക്ക് ഇരിപ്പുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് വരും. ദെൻ ന്യൂ പർച്ചേസസ്, ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്ത് പുതിയ പർച്ചേസസ്, ഇപ്പൊ പ്രൊഡക്ഷൻ ആയാലും അല്ലെങ്കിൽ വിൽക്കാനായാലും നമ്മൾ പുതിയ പർച്ചേസസ് ചെയ്തിട്ടുണ്ടാവും. ആ പർച്ചേസസ് എവിടെ വരും? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. ആൻഡ് ഓൾസോ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്. വാട്ട് ആർ ദ ഡയറക്റ്റ് എക്സ്പെൻസസ് വി ഡിസ്കസ്ഡ് ലേറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. മെയിൻ ആയിട്ടും വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, ദെൻ പർച്ചേസസ് വരും, ദെൻ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് വരും. ഇങ്ങനെയുള്ള ഈ എൻട്രീസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഓൺ ദ ക്രെഡിറ്റ് സൈഡ് സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ റെക്കോർഡഡ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ആണ് വരുന്നത്. ഇഫ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് എക്സീഡ്സ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദ ഡിഫറൻസ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ്, അതർവൈസ് ഇറ്റ് ഇസ് എ ഗ്രോസ് ലോസ്. അപ്പം നമുക്കറിയാം ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അതിന്റെ ആ സെയിൽസ്, എമൗണ്ട് ഓഫ് സെയിൽസ് എക്സീഡ്സ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അയാൾക്ക് ആയിരിക്കുന്ന കോസ്റ്റിനേക്കാൾ കൂടുതലാണ് അയാളുടെ ഇൻകം ആയിട്ടുള്ള സെയിൽസ് എന്നുണ്ടെങ്കിൽ ദ ഡിഫറൻസ് ഈസ്, അവിടെ വരുന്ന ഡിഫറൻസിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ഇനി കോൺട്രറി തിരിച്ചാ വരുന്നെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എക്സീഡ്സ് ദ സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കൂടി നിൽക്കുന്നത്, സെയിൽസിനേക്കാൾ കൂടി നിൽക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് ഗ്രോസ് ലോസ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സോൾ ട്രേഡറിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്, ആ ഗ്രോസ് റിസൾട്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫൈനൽ അക്കൗണ്ടിൽ ഫസ്റ്റ് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആവാം. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. സോ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകവും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. On the credit side, we recorded sales and closing stock. ഇത്രയും ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കും. ക്രെഡിറ്റ് സൈഡ് എക്സീഡ്സ് ദ ഡെബിറ്റ് സൈഡ്, ഇറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ്. അതല്ല ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡ്, ദെൻ ഗ്രോസ് ലോസ്. ഇനി നമുക്ക് അതിന്റെ ഫോമാറ്റിലേക്ക് പോവാം. ദിസ് ഇസ് ദ ഫോമാറ്റ് ഫോർ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്, ഇപ്പം 31st December 2024 ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2024. ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഫോമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡും വരുന്നുണ്ട്, ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഒരു പർട്ടിക്കുലർ സ്കോളോ ഒരു എമൗണ്ട് കോളോ, ക്രെഡിറ്റ് സൈഡിൽ ഒരു പർട്ടിക്കുലർ സ്കോളോ എമൗണ്ട് കോളോ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ എൻട്രീസ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് അതായത് കഴിഞ്ഞ വർഷം ബാലൻസ് ഇരുന്നിട്ടുള്ള സ്റ്റോക്ക്. നമ്മുടെ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എടുക്കാതെ കുറെ ഐറ്റം ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ എന്താവും ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ എടുക്കും. ഇനി ഇത് കൂടാതെ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, പർച്ചേസസ് ചെയ്തിട്ടുണ്ടാവാം. അത് ഒരു എക്സ്പെൻസ് ആണ്. സോ ഡെബിറ്റ് സൈഡിൽ അടുത്തതായിട്ട് വരുന്നത് പർച്ചേസസ് ആണ്. ഇനി നമ്മൾ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്തതിനകത്ത് ഇപ്പൊ 10,000 റുപ്പീസിന്റെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു. നോക്കിയപ്പോൾ നമുക്ക് അതിനകത്ത് 2,000 റുപ്പീസിന്റെ സാധനങ്ങൾ നമുക്ക് വേണ്ട. സോ നമ്മൾ അത് എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. അതാണ് ലെസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. പർച്ചേസസിൽ നിന്നും നമ്മൾ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ, പർച്ചേസ് റിട്ടേണിനെ നമ്മൾ വേറൊരു പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയാം. റിട്ടേൺ ഔട്ട്വേർഡ്സ് മീൻസ് നമ്മൾ വാങ്ങിച്ച സാധനം നമ്മുടെ കയ്യിൽ നിന്നും പുറത്തേക്ക് പോകുന്നുവെങ്കിൽ, നമ്മൾ വാങ്ങിച്ച സാധനം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ തിരികെ കൊടുക്കുവാണെങ്കിൽ, ആ സപ്ലയറിന് കൊടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയും. ആ റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലെസ് ചെയ്ത് ബാലൻസ് ആക്ച്വൽ പർച്ചേസസ് മാത്രമേ നമ്മൾ കാണിക്കത്തുള്ളൂ. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ഒരുപാട് വരാറുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന്റെ പോർഷനിൽ വരുമ്പോഴത്തേക്കും നമുക്കത് നോക്കാവുന്നതാണ്. ഇപ്പം മെയിൻ ആയിട്ടും ഒരു നോർമൽ ഫോമാറ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക, ദെൻ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക, ദെൻ വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേന്
മെയിൻ ആയിട്ടും ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേന് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ പർച്ചേസിംഗ് ഗുഡ്സ് ബ്രിങ്ങിങ് ദം ടു ദ ബിസിനസ് പ്രിമൈസസ് ആൻഡ് മേക്കിംഗ് ദം ഫിറ്റ് ഫോർ സെയിൽസ് ആർ ടേംഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ പർച്ചേസിംഗ് ഗുഡ്സ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത്, ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസുകൾ, then bringing them to the business premises, നമ്മുടെ ആ ഒരു യൂണിറ്റിലേക്ക്, ആ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചെലവാകുന്ന എക്സ്പെൻസുകൾ, then making them fit for സെയിൽ, എന്നിട്ട് അതിനെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റിലേക്ക് മാറ്റുന്നത് വരെ ഉള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ആ സാധനങ്ങൾ നമ്മുടെ നമുക്ക് എവിടെയാണോ നമ്മുടെ ഫാക്ടറി അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന്, നമ്മളിപ്പം പ്രൊഡക്ഷനാ ചെയ്യുന്നതെങ്കിൽ അതിനെ സെയിൽ ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുന്നു, അതിനെ പാക്ക് ചെയ്തൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക്, ഒരു ഫോമിലേക്ക് മാറ്റുന്നത് വരെയുള്ള എക്സ്പെൻസുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സെയിൽ ചെയ്യാനും സെയിലിന് ശേഷം വരുന്ന എക്സ്പെൻസുകളെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കത്തില്ല, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്, അടുത്ത അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസിൽ മെയിൻ ആയിട്ടും വരുന്നത് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വേജസ് ഉണ്ട്. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് workers who are engaged in the manufacturing of goods are direct expenses. അതായത് wages paid to the workers engaged in the manufacturing of goods. അപ്പൊ ഇത് ഇവിടെ നമ്മുടെ ഫാക്ടറിയിൽ വരുന്ന, നമ്മൾ പ്രൊഡക്ഷനിൽ വരുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുന്നത്. ആ വേജസ് അത് ഫാക്ടറി റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. സോ നമ്മൾ ആ വേജസിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് എവിടെ എടുക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കും. പിന്നെ വരുന്നതാണ് ക്യാരേജ് ഇൻവേർഡ്സ്. ക്യാരേജ് ഇൻവേർഡ്സും ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡ്സും ഉണ്ട്. ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പെൻസിൽ മെയിൻ ആയിട്ടും വരുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെയിൽ ചെയ്യുന്ന ആ ഒരു യൂണിറ്റിലേക്ക് എത്തിച്ച് അതിനെ സെയിൽ ചെയ്യുന്ന ഒരു ഫോമിലേക്ക് മാറ്റുന്നത് വരെ ഉള്ള എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നതിന് കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയാണ് നമ്മൾ ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിടത്തുനിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ യൂണിറ്റിലോട്ട് കൊണ്ടുവരുന്നതിന് നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയാണ്, പർച്ചേസ് ചെയ്ത സാധനം നമ്മുടെ യൂണിറ്റിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ്, ആ ഒരു എക്സ്പെൻസിനെയാണ് ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ക്യാരേജ് ഔട്ട്വേർഡ്സ് ഉണ്ട്. ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരാളിലേക്ക് എത്തിക്കണം, കസ്റ്റമറിലോട്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസിനെയാണ് ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. അത് സെയിലിന് ശേഷം ഉള്ളതാണ്. അത് അപ്പൊ എന്തല്ല, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന ആ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത് വരെയുള്ള എക്സ്പെൻസ് മാത്രമാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമാണ് എവിടെ എടുക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നത്. അപ്പം ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുമ്പോഴത്തേന് അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്നാൽ ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേന് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ അത് ഇവിടെ എടുക്കില്ല, എവിടെ എടുക്കത്തുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കത്തുള്ളൂ. പിന്നെ വരുന്നതാണ് കസ്റ്റംസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി. അതെന്ന് പറയുന്നത് കസ്റ്റംസ് ആൻഡ് അതർ ചാർജസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. നമ്മൾ സാധനങ്ങൾ, നമുക്ക് കിട്ടാനില്ലാത്ത സാധനങ്ങൾ നമ്മൾ വേറെ എവിടുന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് കൊടുക്കുന്ന ചാർജസ് ആണ് കസ്റ്റംസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി. അതും ഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരുന്നത്. സോ it comes under the debit side of trading account. Then gas, electricity, water, fuel and power. ഇതെല്ലാം ഫാക്ടറി റിലേറ്റഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. എക്സ്പെൻസസ് ഇൻകേർഡ് ടു റൺ ദ മെഷീൻ. നമ്മുടെ ഫാക്ടറിയിലുള്ള മെഷീൻ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാക്ടറിയിൽ ആവശ്യമായിട്ട് വരുന്നതാണ് ഗ്യാസും, പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്നതാണ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫ്യൂവൽ, പവർ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പിന്നെ വരുന്നതാണ് കൺസ്യൂമബിൾ സ്റ്റോർസ് സച്ച് ആസ് ഗ്രീസ്, എൻജിൻ ഓയിൽ. ഇതെല്ലാം മെഷീൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഫാക്ടറി റിലേറ്റഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് കൺസ്യൂമബിൾ സ്റ്റോർസ്. ദെൻ ഫാക്ടറി എക്സ്പെൻസസ്, നമ്മുടെ ഫാക്ടറിക്ക് കൊടുക്കുന്ന റെന്റ്, അതിന് വരുന്ന ഇൻഷുറൻസ്,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാക്ടറി ലൈറ്റിങ് such expenses are called factory expenses. Then packing materials നമ്മൾ പറഞ്ഞു നമ്മൾ സെയിൽ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റുന്നത് വരെ ഉള്ള എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ അതിനെ എന്ത് ചെയ്യാം ഒരു സെയിലബിൾ കണ്ടീഷനിലേക്ക് മാറ്റുന്നതാണ്. പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ബ്രിങ്ങിങ് ദ ഗുഡ്സ് പർച്ചേസ് ടു ദ ഷോപ്പ് കൺവേർട്ടിംഗ് ദം ടു സെയിലബിൾ കണ്ടീഷൻ. ഒരു സെയിലബിൾ കണ്ടീഷനിലേക്ക് മാറ്റുന്നത് വരെ ഉള്ള എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ പാക്ക് ചെയ്യുന്നതും പാക്കിംഗ് മെറ്റീരിയൽസും ഏതിനകത്ത് വരും? ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരും. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം കംസ് അണ്ടർ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. Then നമുക്ക് നോക്കാനുള്ളത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡ് മീൻസ് ഇൻകം വരുന്ന സൈഡാണ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ വിൽക്കുന്നു, കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ആ സെയിൽസ് എമൗണ്ട് കംസ് അണ്ടർ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. നേരത്തെ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തതുപോലെ നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് സെയിൽ ചെയ്ത് പോയ സാധനം റിട്ടേൺ ബാക്ക് ബൈ ദ കസ്റ്റമർ. ആ കസ്റ്റമർ അത് എന്ത് ചെയ്യാം, തിരിച്ചു കൊണ്ടുവന്ന് തരാം. എനിക്ക് ഇത്രയും സാധനം വേണ്ടാന്നും പറഞ്ഞ് എന്ത് ചെയ്യാം, തിരിച്ചു കൊണ്ടുവന്ന് തരാം. അപ്പോൾ നമുക്ക് ആക്ച്വൽ എത്ര സെയിൽ നടന്നു എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ബാക്ക് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കളയണം. അതിനെ നമ്മൾ എന്തെന്നും പറയാം, റിട്ടേൺ ഇൻവേർഡ്സ്. വിറ്റ സാധനം തിരിച്ച് നമ്മുടെ ഫാക്ടറിയിലേക്ക് ഇൻവേർഡ്സ്, റിട്ടേൺ ഇൻവേർഡ്സ്. റിട്ടേൺ ഇൻവേർഡ്സ് എന്നോ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് എന്നോ പറഞ്ഞു വരുവാണെങ്കിൽ ദാറ്റ് എമൗണ്ട് ഈസ് ലെസ് ഫ്രം സെയിൽസ് എമൗണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള സെയിൽസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 12,000 രൂപയുടെ സാധനങ്ങൾ ഒരു കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം അയാൾ വന്ന് പറയുന്നു ഇതിനകത്ത് 3,000 രൂപയുടെ സാധനം എനിക്ക് വേണ്ട. അപ്പൊ 3,000 രൂപയുടെ സാധനം അയാൾ തിരിച്ചു കൊണ്ടുവന്ന് തന്നു. അപ്പൊ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് അവിടെ എത്രയേ ഉള്ളൂ, 9,000 ഉള്ളൂ. സോ ആ റിട്ടേൺ ചെയ്ത സെയിൽസ് റിട്ടേൺ എത്രയാണോ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്സ് എത്രയാണോ ആ എമൗണ്ട് ലെസ് ചെയ്ത് ആക്ച്വൽ ആയിട്ടുള്ള 9,000 വേണം ഇവിടെ കാണിക്കാൻ സെയിൽസ് എമൗണ്ട്. നമുക്ക് ഇൻകം ആയിട്ട് കിട്ടിയത് 9,000 ഉള്ളൂ. 3,000 സാധനം തിരിച്ചു കൊണ്ട് തരുമ്പോൾ അയാൾക്ക് തിരിച്ച് 3,000 നമ്മൾ എടുത്ത് കൊടുക്കണം. നമ്മൾ സാധനം വാങ്ങിയിട്ട് 3,000 റുപ്പീസ് അയാൾക്ക് മടക്കി കൊടുക്കും. അപ്പൊ ആക്ച്വൽ നമുക്ക് വരുന്ന സെയിൽസ് എന്ന് പറയുന്നത് 9,000 ഉള്ളൂ. അതുകൊണ്ട് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. പിന്നെ വരുന്ന ഒരു ഐറ്റം ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ വർഷം നമ്മൾ കുറെ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തു, ബാക്കി കുറെ ഐറ്റം നമ്മൾ വിൽക്കാതിരിപ്പുണ്ട്, വിൽക്കാതെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ട് ഇരിപ്പുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഏത് സൈഡിൽ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ദെൻ ടേക്ക് ദ ഡിഫറൻസ്. പിന്നീട് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. If the credit side exceeds the debit side, it is gross profit. കാരണം ഇൻകം സൈഡ് ആണ് ക്രെഡിറ്റ് സൈഡ്. ഈ സൈഡ് ആണ് കൂടി നിൽക്കുന്നെങ്കിൽ, ഇവിടുത്തെ എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു 15,000 വന്നു. 15,000 റുപ്പീസ് നമുക്ക് വന്നു. ഈ ഡെബിറ്റ് സൈഡ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും പെർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസുകൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്കൊരു 10,000 വന്നു. ഇവിടെ ഒരു 10,000 റുപ്പീസ് വന്നു. അപ്പൊ ഇവിടെ എവിടെയാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡ് എക്സീഡ്സ് ദ ഡെബിറ്റ് സൈഡ്, ഇൻകം സൈഡ് എക്സീഡ്സ് ദി എക്സ്പെൻസ് സൈഡ്. ഇൻകം സൈഡ് കൂടി നിൽക്കുന്നു. സോ അതെന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ദാറ്റ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ഇവിടെയാണ് ഡിഫറൻസ് ഉള്ളത്. സോ നമ്മൾ ഇവിടെ ആ 5,000 എഴുതി കാണിക്കും. അതിന്റെ നേർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ കാണിക്കും. ഇനി നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡ് ആണ് കൂടി നിൽക്കുന്നത്. ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പം 12,000 വന്നു. ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട്, അത് ഓപ്പണിംഗ് സ്റ്റോക്കും പെർച്ചേസസ് ആൻഡ് എക്സ്പെൻസസ് ടോട്ടൽ ചെയ്തപ്പോൾ വി ഗോട്ട് 12,000. എന്നാൽ ക്രെഡിറ്റ് സൈഡ് നമ്മൾ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10,000 വന്നിട്ടുള്ളൂ. അപ്പൊ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഡെബിറ്റ് സൈഡ് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡ്. എക്സ്പെൻസ് സൈഡ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കൂടി നിൽക്കുന്നത്. കോസ്റ്റ് കൂടി നിൽക്കുന്നു, ഇൻകം കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുവാണെങ്കിൽ ഡിഫറൻസ് ഇവിടെയാണ് വരുന്നത്. നമ്മൾ അവിടെ 2,000 ഡിഫറൻസ് കാണിക്കും. എന്നിട്ട് ഇവിടെ ഗ്രോസ് ലോസ് എന്ന് എഴുതി കാണിക്കും. ഗ്രോസ് ലോസ് ക്യാരി ഡൗൺ. അപ്പൊ ആ വർഷം ആ ബിസിനസ്സിന് എന്താണ്? ഗ്രോസ് ലോസ് ആണ്. അത് എത്രയാണോ എമൗണ്ട് അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നെക്സ്റ്റ് അക്കൗണ്ട് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിനുശേഷം വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ എന്താണെന്ന്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, നമുക്കിപ്പം എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള
ആ ഒരു റിസൾട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ്. അവിടെ വരുന്നത് മെയിൻ ആയിട്ടും ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും. അവിടെ മിക്കവാറും പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മള് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ യൂണിറ്റിൽ എത്തിച്ച് അതിനെ സെയിലബിൾ ഒരു കണ്ടീഷനിലേക്ക് മാറ്റുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസുകളും ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇത് സെയിം അക്കൗണ്ടിൽ തന്നെ അടുത്തതായിട്ട് വരും എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നത്. ഇത് വരയ്ക്കുമ്പോൾ ആ സോൾ ട്രേഡറിന് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. താങ്ക് യു.